അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയാഇ വൽ മുർസലീൻ റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ അമ്മാ ബഅദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് പല വകയിലായിട്ട് ഒരുപാട് ദാനധർമ്മങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, സക്കാത്ത്, സ്വതക്ക, പിന്നെ റമളാൻ, പിന്നെ പ്രയർ ഡ്രസ്സിന്, കാരക്കൊക്കെ, ഇങ്ങനെ ഒരുപാട് വകുപ്പിൽ കാശ് തരുന്ന പല സഹോദരിമാരുമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം നിങ്ങളെല്ലാം അറിയേണ്ടതിലേക്ക് ഈ റമളാൻ്റെ പ്രമാണിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ് ഞാൻ ഇവിടെ നൽകാൻ പോകുന്നത്. യഖൂലുല്ലാഹു അസ്സ വജല്ല വജബത്ത് മുഹബ്ബത്തി ലിൽ മുതസാവിരീൻ വജബത്ത് മുഹബ്ബത്തി ലിൽ മുതഹാബീൻ. അതായത് അള്ളാഹു പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ സന്ദർശിക്കുകയും അവരുമായിട്ട് സ്നേഹ സംവാദങ്ങൾ കൈമാറുകയും അവരുമായിട്ട് ബന്ധം പുതുക്കുകയും അവർക്ക് അവരുടെ വിഷയത്തിൽ ചെലവഴിക്കുന്നവരെ അള്ളാഹു അവരുടെ ഇഷ്ടം ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് സഹീഹ് തർക്കീബിൽ അതുള്ള വ്യക്തമാക്കിയുള്ള ഒരു ഹദീസാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അതിന് ലവേഴ്സ് ഓഫ് അള്ളാഹ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ മാഷാ അള്ളാഹ്, ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് വെറും 3-3.5 മാസമായിട്ടില്ലെങ്കിലും നമുക്കൊരു 10-18ഓളം സ്ഥലത്ത് ഇതിൻ്റെ പേരിൽ സന്ദർശിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ചു. ഏകദേശം 6th വരെ ഉള്ളത് വീഡിയോ കഴിഞ്ഞത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 7th മുതലുള്ള പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നമ്മൾ 7ാമത്തെ പ്രോഗ്രാം എന്നോണം പിന്നെ ബോട്ടിൽ വെച്ച് ഒരു ഹൗസ് ബോട്ട് എടുത്ത് അതിൽ വെച്ച് കൂടുകയും അവിടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന് അവാർഡ് പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ കിട്ടിയവർക്ക് അവാർഡ് ദാനം ചെയ്യുകയും ഒരുപാട് സഹോദരിമാർ ഒരുമിച്ച് കൂടുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ഒരു രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമായിരുന്നു എന്ന് വേണം പറയാൻ. അതിന് അവിടെ കുറേ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ക്ലാസ്സുകളും പിന്നെ ക്വിസ് പ്രോഗ്രാംസ് ഒക്കെ നടന്നു. അതിന് ശേഷം നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിൽ ഒരുമിച്ച് കൂടുകയും ആ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുകയും പുസ്തകങ്ങളായിട്ടോ, പിന്നെ അതായത് പാവപ്പെട്ട ഏരിയയിലൊക്കെ ആണെങ്കിൽ ഓൾഡ് ഡ്രസ്സസും മറ്റുള്ള നമ്മളെ നിത്യോപയോഗ വീട്ട് ഹൗസ് ഹോൾഡ് സാധനങ്ങൾ അങ്ങനത്തെ അതൊക്കെ വരെ വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ 8ാമത്തെ പ്രോഗ്രാം കഴിഞ്ഞ മാസം വയനാട്ടിൽ വെച്ച് നടന്നു. അവിടെ ഒരു ക്ലാസ്, അതായത് ഒരു ഖുർആൻ സ്റ്റഡി ലേണിംഗ് ക്ലാസ് നിന്ന് പോയതിനെ പുനരാരംഭിക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സിസ്റ്റേഴ്സ് പോവുകയും അവിടെ ക്ലാസ് എടുക്കുകയും അവിടെ പുസ്തകങ്ങളും ഡ്രസ്സും പൈസയൊക്കെ വിതരണം ചെയ്യാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ മാഷാ അള്ളാഹ്. 9th പ്രോഗ്രാം MSSൻ്റെ ആഭിമുഖ്യത്തിൽ ചക്കുംകട വെച്ച് നടന്നു. അവിടെയും ഇതുപോലെ പ്രയർ ഡ്രസ്സും 20 kg കാരക്കയും പിന്നെ അത്യാവശ്യക്കാർക്ക് ക്യാഷും പിന്നെ ക്ലാസ്സും നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൻ്റെ ക്ലാസ്സും ഒക്കെ കൊടുത്തു. അൽഹംദുലില്ലാ മാഷാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി മാത്രം പ്രതീക്ഷിച്ചു ഇറങ്ങിയ ഒരു പറ്റം സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണിത്. ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് നമ്മളെ അറിയുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന സഹോദരിമാരെ കാണാനും ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. 11ാമത്തെ ക്ലാസ് ഫർസാന ടീച്ചറുടെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ എന്താണ് നിയർക്ക് പിന്നെ ഇംഗ്ലീഷ് പള്ളീൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള വീട്ടിൽ വെച്ചിട്ട് അവിടെ വെച്ച് നടന്നു. അവിടെയും ഇതുപോലെ നമ്മൾ ഒരു പെട്ടി കാരക്കയും കുറേ പഴയ ഡ്രസ്സും പഴയ ഡ്രസ്സല്ല, കാരക്കയും നിസ്കാരക്കുപ്പായവും പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ക്ലാസ് എടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ അവരൊക്കെ ഹാപ്പിയാണ്. പിന്നെ 13ാമത്തത് നമ്മളെ പ്രോഗ്രാം എലത്തൂർ വെച്ചിട്ട്, അവിടെ പിന്നെ വളരെ വീക്കായൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് നടന്നത് കൊണ്ട് ആളുകൾ കുറവായിരുന്നു. അവിടെ ഒരു ദാവാ പ്രവർത്തനം മാത്രമേ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ 14ാമത്തെ വീണ്ടും നമ്മൾ ചക്കുംകടവിൽ പോയിട്ട് പരിപാടി വെച്ചു. സർവശക്തൻ്റെ അപാരമായ കാരുണ്യമെന്ന് പറയട്ടെ. അവിടെ അതുപോലെ നല്ല പ്രോഗ്രാം ആയിരുന്നു. ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു, ലേഡീസ് കേൾക്കാനൊക്കെ. അപ്പം അവരുമായിട്ട് നമുക്ക് സംവദിക്കാനും പിന്നെ ക്ലാസ്സുകൾ കൊടുക്കാനും പുസ്തകം വിതരണം ചെയ്യാനും അത്യാവശ്യക്കാർക്ക് പ്രയർ ഡ്രസ്സൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു പറ്റം സ്ത്രീകളാണ് ഈ ലവേഴ്സ് ഓഫ് അള്ളാഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിങ്ങനെ പോകുന്നത്. അതിൽ കുറേ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് ഫ്രീ ആയിട്ട് ക്ലാസ്സും എടുത്തു കൊടുക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ തോപ്പയിൽ ഒരു മരിച്ച വീട്ടിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. അപ്പോൾ അവിടെ പിന്നെ മരിച്ച പിറ്റേ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി അവർക്ക് പിന്നെ ചായൻ്റെ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി ക്യാഷ് കൊടുക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞേരം നമ്മൾ ഒരു 10 കിലോൻ്റെ പെട്ടി കാരക്കയുമായിട്ട് പോകുകയും പിന്നെ അത് അവിടുത്തെ അയൽവാസികൾക്ക് വിതരണം ചെയ്യുകയും ക്ലാസ് എടുക്കുകയും പിന്നെ സ്ഥലം സംബന്ധിച്ചിട്ടുള്ള സാമ്പത്തിക നില അനുസരിച്ച് കുറേ ഡ്രസ്സുകളും മറ്റ് ഹൗസ് ഹോൾഡ് സാധനങ്ങളും ഒക്കെ അവിടെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തു. അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇപ്പോൾ ഏകദേശം 17 പ്രോഗ്രാമായി നമ്മൾ നടത്തുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടാവും നിങ്ങൾ തന്ന പൈസ എന്ത് ചെയ്തു എന്നുള്ളത്. ഇത് വെച്ചാൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ അതൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 100ഓളം പിന്നെ ഈ സലഫി മക്കന കളർ സലഫി മക്കന നമുക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നതും പിന്നെ ഒരുപാട് ഡ്രസ്സസ് നിസ്കാരക്കുപ്പായം ഇതുപോലെ 100-ലധികവും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പല ആവശ്യക്കാർക്കും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇതൊന്നും എൻ്റെ കഴിവല്ല. ഇതൊക്കെ നിങ്ങളുടെ സഹകരണവും സന്തോഷവും അപാരമായ എന്താ പറയുക പിന്നെ അകമൊഴിഞ്ഞ പിന്നെ സ്നേഹ പ്രകടനങ്ങളും അതല്ലാണ്ട് നിങ്ങൾ പൈസ തന്നിട്ടല്ലാണ്ട് എൻ്റെ ഒറ്റക്ക് കൈകൊണ്ട് എനിക്ക് ഇത്ര ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അൽഹംദുലില്ലാ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും റബ്ബന തഖബ്ബൽ മിന്ന വ മിൻകും സാലിഹ അമാൽ യാ റബ്ബൽ ആലമീൻ. അതും പിന്നെ മക്കനെ കൂടാണ്ട് കുറേ നിസ്കാരക്കുപ്പായവും ഏകദേശം ഒരു 100-ലധികം കൊടുക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ കാരക്ക 140 കിലോ അല്ല അതിൻ്റെയും മേലെ. അതുപോലെ കിറ്റുകളും ഒരു മീഡിയം കിറ്റ് 10-55 അതിനേക്കാൾ ഹെവി കിറ്റ് 20 ഒക്കെ അങ്ങനെ എന്ന് വെച്ചാൽ അതിന് അർഹിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്കും അവരുടെ കുടുംബക്കാരിലേക്കും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ പുറകിൽ നിങ്ങളൊക്കെ തന്നെയാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ. ഇനിയും നമുക്ക് വരും കാലങ്ങളിലും ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല എനിക്കിനി ഒന്ന് പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പള്ളി ഫണ്ട് സക്കാത്ത് ഫണ്ട് കിണർ ഫണ്ട് എന്ന പേരിൽ വീണ്ടും മുൻപും നമ്മൾ കുറേ ഫണ്ടുകൾ പിരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഇൻഷാ അല്ലാ ഒഴിവ് കിട്ടുമ്പോൾ ഇതുപോലെ അതിൻ്റെ വിശദാംശങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. അതിനിടക്ക് പിന്നെ ഈ ക്യാഷിൽ ഈ കാരക്ക ഫ്രൈഡ് ഡ്രസ്സ് ആ വകുപ്പിൽ ബാക്കി വരുന്ന ക്യാഷ് ഒന്നുകിൽ പിന്നെ ഗസക്കോ അതല്ലെങ്കിൽ അതുപോലെ വേറെ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർക്കോ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. വബില്ലാഹി തൗഫീഖ്. അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ആവേശത്തോടെ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ ലവേഴ്സ് ഓഫ് അള്ളാഹ് എന്നുള്ള നമ്മുടെ പ്രോഗ്രാം ജേണി വളർന്ന് വികസിച്ച് എല്ലാ നാട്ടിലും നമുക്ക് അതിൻ്റെ ബ്രാഞ്ചസ് ഇടുവാനും അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഒരു ചെറിയ സന്തോഷ വാർത്ത അല്ല വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നമ്മുടെ കോന്നാട് എന്ന പരിസരത്ത് പിന്നെ കുറേ മുസ്ലിംസ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും നല്ല അറിവ് എത്താനുള്ള ഷിർക്കിലും ബിദ്അത്തിലും ഒക്കെ അങ്ങനെ കുഴഞ്ഞാടി അവർക്ക് അതെന്താണെന്ന് അറിയുക പോലും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അവർക്കെല്ലാം ക്ലാസ് എടുക്കാൻ വേണ്ടി തൗഹീദിൻ്റെ വക്താക്കളായിട്ടുള്ള കുറേ സിസ്റ്റേഴ്സ് ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഉദ്ഘാടനം വെക്കുകയും അതൊരു ജഗപൊകാക്കി കുറച്ച് പെന്നും ബുക്കും എല്ലാം കൊടുത്ത് അവർക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല ആദ്യം ഫാത്തിഹ സൂറത്ത് തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുക അള്ളാഹു ഖുൽ ഹുവല്ലാഹു അവനാകുന്നു, അള്ളാഹു അഹദ് അള്ളാഹു ഏകനാകുന്നു എന്നുള്ള ഒരു ചെറിയ മിനിമം ചെറിയ സൂറത്ത് ഏറ്റവും മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സൂറത്താണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അതുപോലും അർത്ഥം അറിയാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം ദുആ വേണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതൊന്നും പോരാ, ഇവിടൊന്നും എവിടെയും എത്തിയിട്ടില്ല. ഇതിൻ്റെ അവസാനമായിട്ട് ഞാൻ പ്രത്യേകം ദുആ ഇരിക്കുകയാണ്. നമ്മുടെ ഇറാൻ ഗൾഫ് യുദ്ധങ്ങൾ വളരെ ഭയങ്കര പ്രയാസകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ സീസ് ഫയർ പ്രഖ്യാപിക്കുകയും യുദ്ധം തീരുകയും
സത്യവിശ്വാസികൾക്ക് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. സാമ്രാജ്യത്വ ശക്തികൾ ക്ഷയിച്ചു പോകട്ടെ, ക്ഷയിച്ചു പോകട്ടെ, ക്ഷയിച്ചു പോകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം അല്ലേ. അതായത് ഒരു മർദ്ദിതന്റെ പ്രാർത്ഥന, പീഡിതന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കാതിരിക്കുകയില്ല. രണ്ട് ശക്തികൾ, ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളല്ല, എന്താ അവരോട് പറയാ, അവരാണ് ഈ ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സകലമാന നഷ്ടങ്ങൾക്കും പുറകിൽ. എത്രയെത്ര പെട്രോൾ ബങ്കുകളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സാധനങ്ങൾ, എത്ര ആളുകളാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത്. പഠിച്ചവനെ റബ്ബേ, ഈ സാമ്രാജ്യത്വ ദുഷ്ട കക്ഷികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യം കാണിച്ചു കൊടുക്കുക. ഇസ്ലാമിന് പ്രതാപവും ഐശ്വര്യവും നൽകി മനസ്സമാധാനമായ ജീവിതം സാധിച്ചുകൊണ്ട് അതിനോടൊപ്പം ചേർത്ത് പറയാൻ നമ്മളെ സ്വാലിഹാത്തുകളൊക്കെ നീ സ്വീകരിക്കുകയും കൂടുതൽ അമലുകളിലേക്ക് നമ്മളെ വഴി നടത്തുകയും ചെയ്യണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി വസ്വഹ്ബി അജ്മഈൻ.